യൂണിറ്റ് 7 ദ വേൾഡ് വി ലിവ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റിന്റെ പേരെന്താണ്? ദ വേൾഡ് വി ലിവ് ഇൻ എന്നാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ലോകം. അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്തെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ കണ്ടോ, ഒരു പിക്ചറിൽ നോക്കൂ, രണ്ട് കുട്ടികൾ തമ്മിൽ എന്തോ ഡിബേറ്റ് നടക്കുകയാണ് അല്ലേ. നമുക്ക് നോക്കാം കേട്ടോ അവരെന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത് എന്ന്. When the teacher entered the class, Samadha and Sayan were in a debate. എന്താണ്? ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ സമതയും സയാനും തമ്മിൽ തർക്കം നടക്കുകയാണ് അല്ലേ. സയാൻ എന്താ പറയുന്നത്? ദ എർത്ത് ഈസ് ഫ്ലാറ്റ് ഇൻഡീഡ്, ഐ ആം ഷുവർ എന്ന് പറയുകയാണ് അല്ലേ. എന്താണ്? ഭൂമി പരന്നതു തന്നെയാണ്, എനിക്ക് ഉറപ്പാണ് എന്ന് പറയുകയാണ് അല്ലേ. അപ്പൊ സമത എന്താ പറയുന്നത്? നോ, ഇറ്റ് ഈസ് നോട്ട് സോ. ഇഫ് ഇറ്റ് ഈസ് ഫ്ലാറ്റ്, ഷുഡിൻ എർത്ത് ഹാവ് എ ബൗണ്ടറി? എന്താ പറയുന്നത്? അങ്ങനെയല്ല, ഭൂമി പരന്നതാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു അതിരു വേണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ സയാൻ പറയാണ്, ഈസ് ഇൻ ദ സീ ദ എർത്ത്സ് ബൗണ്ടറി? അതായത് കടലല്ലേ ഭൂമിയുടെ അതിര് എന്ന് സയാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവരെന്താണ്, എന്തിനെ കുറിച്ചാണ് തർക്കിക്കുന്നത്? ഭൂമി ഫ്ലാറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് തർക്കിക്കുകയാണ് അല്ലേ. അങ്ങനെയല്ല എന്ന് മറ്റേ കുട്ടിയും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. ദ ടീച്ചർ എൻഗേജ് വിത്ത് ദയർ ഡൗട്ട്സ്. എന്താണ്? ടീച്ചർ അവരുടെ സംശയത്തിൽ ഇടപെട്ടു അല്ലേ. ദെൻ വാട്ട് ഇഫ് വി ഗോ ഫർദർ ഫോർവേഡ് ഔട്ട് ടു ദ സീ? എന്താ ചോദിക്കുന്നത്? അങ്ങനെയെങ്കിൽ കടലിലൂടെയും വീണ്ടും മുന്നോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഇഫ് വി കണ്ടിന്യൂ അവർ ജേർണി ലൈക്ക് ദാറ്റ്, വേർ വിൽ ഇറ്റ് എൻഡ്? നമ്മൾ അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നാൽ അത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേർ ഷുഡ് വി ട്രാവൽ അപ് ടു ഇഫ് വി വാണ്ട് ടു സീ ദ ഹോൾ എർത്ത്? അതായത് ഭൂമിയെ മുഴുവനായി കാണുമെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം? അപ്പൊ ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ആണ് അല്ലേ ആ കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ എന്താണ് എർത്തിന്റെ ഷേപ്പ് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ കാണുന്ന സമയത്ത് എർത്തിന്റെ ഷേപ്പ് എന്താ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഫ്ലാറ്റ് പോലെയാണ് അല്ലേ. നമ്മൾ നമ്മുടെ വീട്ടിലോ സ്കൂളിലോ അവിടെയൊക്കെ പോകുന്ന സമയത്തും എവിടെ നിൽക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ ലൊക്കാലിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് എർത്ത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ഫ്ലാറ്റ് ആണോ എന്താന്ന് നമുക്ക് നോക്കാം കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ എർത്ത് ടേക്കൺ ഫ്രം സ്പേസ്. അതായത് ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇൻ ദിസ് പിക്ചർ ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ എർത്ത്? അതായത് ഈ ചിത്രത്തിൽ ഏതാകൃതിയിലാണ് നിങ്ങൾ ഭൂമിയെ കാണുന്നത്? നോക്കി നോക്കൂ, ഏതാകൃതിയാണ്? റൗണ്ട് ഷേപ്പ് ആണ് അല്ലേ. അത് നമ്മൾ പറയുക ഗോളാകൃതി എന്നല്ലേ നമ്മൾ പറയുക. സ്ഫിയർ ആണ് കേട്ടോ. എന്താണ്? സ്ഫിയർ എന്നാണ് പറയുക. In this picture we can see that the earth is spherical in shape. എന്താണ്? ഈ ചിത്രത്തിൽ നമുക്ക് ഭൂമി ഗോളാകൃതിയിലാണ് കാണാൻ കഴിയുന്നത്. ഇനി അവിടെ കുട്ടി എന്താ പറയുന്നത്? We see the earth as flat, don't we? പക്ഷെ ഭൂമി പരന്നതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. Can we recognize the shape of the earth by seeing only a part of it? അതായത് ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടിട്ട് ഭൂമിയുടെ ആകൃതി തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടെത്താം ഭൂമിയുടെ ഷേപ്പ് സ്ഫിയർ ആണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാ നോക്കാം. ടേക്ക് എ പ്ലാസ്റ്റിക് ബോൾ ആൻഡ് മാർക്ക് എ സ്ക്വയർ ഓൺ ഇറ്റ്, കട്ട് ഔട്ട് ദാറ്റ് പാർട്ട്. അതായത് ഒരു പ്ലാസ്റ്റിക് ബോൾ എടുക്കുക, അതിലൊരു സ്ക്വയർ അടയാളപ്പെടുത്തുക കേട്ടോ, ചതുരം അടയാളപ്പെടുത്തുക. ദെൻ കട്ട് ഔട്ട് ദാറ്റ് പാർട്ട്. എന്ത് ചെയ്യുക? എന്നിട്ട് ആ ഭാഗം നമ്മൾ മുറിച്ചെടുക്കുക. ഈസ് ദ കട്ട് ഔട്ട് പാർട്ട് റൗണ്ട് ഓർ ഫ്ലാറ്റ്? അതായത് നമ്മൾ മുറിച്ചെടുത്ത ഭാഗമില്ലേ അത് ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്ലാറ്റ് ആണ് അല്ലേ. ഇഫ് ദ ബോൾ ഈസ് ദ എർത്ത് ആൻഡ് ദ സ്ക്വയർ ഈസ് അവർ ലൊക്കാലിറ്റി, ക്യാൻ യു സേ ദ റീസൺ വൈ വി ഡോണ്ട് എക്സ്പീരിയൻസ് ദ സ്ഫിരിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത്? ബോള് ഭൂമിയും പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ഒരു സ്ക്വയർ പാർട്ട്, അത് നമ്മളുടെ പ്രദേശവുമാണെങ്കിൽ ഭൂമി സ്ഫെറിക്കൽ ഷേപ്പായിട്ട് നമുക്ക് തോന്നാതിരിക്കാനുള്ള കാരണം എന്തെന്ന് പറയാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണ് കാരണം? നമുക്ക് സ്ഫെറിക്കൽ ഷേപ്പായിട്ട് തോന്നാതിരിക്കാനുള്ള കാരണം എന്താണ്? ഭൂമിയിലെ ഒരു ചെറിയ പാർട്ടിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. ചെറിയ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ ഭൂമിയുടെ ഷേപ്പ് കാണുന്നത്. അപ്പം നമുക്ക് ഫ്ലാറ്റ് ആയിട്ടേ തോന്നുള്ളൂ അല്ലേ. We don't feel earth is round because it is so big and the locality we live is very small compared to the earth. So it appears flat to our eyes. എന്താണ്? ഭൂമി നമുക്ക് റൗണ്ടായിട്ട് തോന്നാതിരിക്കാനുള്ള കാരണം എന്താണ്? ഭൂമി വലുതും നമ്മൾ ജീവിക്കുന്ന ലൊക്കാലിറ്റി എന്താണ്? ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതുമാണ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ കാണുന്നത് എന്താണ്? ഭൂമി പരന്നിട്ടായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൗണ്ട് ഷേപ്പ് ഒബ്ജക്ട്സ് ആർ കോൾഡ് സ്ഫിയേഴ്സ്. അതായത് ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെ നമുക്ക് ഗോളം എന്ന് വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സം സെയിലേഴ്സ് ഹാഡ് ലോങ് എഗോ റിയലൈസ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് റൗണ്ട്. അതായത് ഭൂമി ഉരുണ്ടതാണ് എന്ന് ചില കപ്പൽ യാത്രക്കാർ വളരെ മുമ്പ് മനസ്സിലാക്കിയിരുന്നു. ഫെർഡിനൻഡ് മെഗലൻ വാസ് ദ ഫസ്റ്റ് എമംഗ് ദം. അവരിൽ ആദ്യത്തെ ആളാണ് എന്താണ്? ഫെർഡിനൻഡ് മെഗലൻ ആണ് കേട്ടോ. Magellan and his colleagues set off on a voyage on a sailboat.
മെഗലനും കൂട്ടരും ഒരു പായക്കപ്പലിൽ യാത്ര തുടങ്ങി. ദേ ട്രാവൽ ത്രൂ ഔട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ദിശയിലേക്കാണ് അവർ സഞ്ചരിച്ചത്. ദ വോയേജ് വാസ് വെരി സ്ലോ. എന്താണ്, യാത്ര വളരെ പതുക്കെയായിരുന്നു. ആഫ്റ്റർ സം ഇയേഴ്സ് ദ സെയിൽ ബോട്ട് എൻറ്റേർഡ് അപ്പ് അറ്റ് ദ സെയിം പ്ലേസ് വേർ ഇറ്റ് സ്റ്റാർട്ടഡ് ദ വോയേജ്. അതായത് വർഷങ്ങൾക്കൊടുവിൽ ആ പായക്കപ്പൽ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ എത്തിച്ചേർന്നു. ഹൗ കുഡ് ദിസ് ഹാവ് ഹാപ്പൻഡ് എന്നാണ് കേട്ടോ. എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചത് എന്ന്. എന്തായിരിക്കും കാരണം? ബിക്കോസ് ദ എർത്ത് ഈസ് സ്ഫിരിക്കൽ ഇൻ ഷേപ്പ്. ഭൂമി ഗോളാകൃതിയിലായതുകൊണ്ടാണ് അല്ലേ. നെക്സ്റ്റ് മോഡൽ ഓഫ് ദ എർത്ത് ആണ് കേട്ടോ. ഭൂമിയുടെ മാതൃക. ഇഫ് വി മേക്ക് എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത് വാട്ട് വിൽ ഇറ്റ് ബി ലൈക്ക്. അതായത് നമ്മൾ ഭൂമിയുടെ ചെറിയൊരു മാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ്. ഐ ആം എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. അപ്പം നമ്മൾ ഭൂമിയുടെ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതുപോലെ ഇരിക്കുക? ഇറ്റ് വിൽ ബി ലൈക്ക് എ ഗ്ലോബ് അല്ലേ. ഗ്ലോബ് പോലെ ഇരിക്കുക. ഗ്ലോബിന്റെ പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. എന്താ അവിടെ പറയുന്നത്? ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ്. എന്താണ് കൂട്ടുകാരെ, ഞാൻ ഗ്ലോബാണ്. ഐ ആം എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. എന്താണ്, ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ് ഞാൻ. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. ഭൂമിയെ കുറിച്ച് പഠിക്കാനായിട്ട് എന്നെ ഉപയോഗിക്കൂ എന്ന് പറയാണ്. നൗ ഷാൾ വി ഒബ്സർവ് ദ ഗ്ലോബ്. നമുക്കിനി ഗ്ലോബ് ഒന്ന് നിരീക്ഷിച്ചാലോ. വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ്. ഏത് കളറാണ് നിങ്ങൾ കൂടുതലായിട്ട് ഗ്ലോബിൽ കാണുന്നത്? ബ്ലൂ കളറാണ് അല്ലേ. വാട്ട് ഡസ് ദിസ് റെപ്രസെൻറ്റ്? ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്? ഈസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ആർ ലാർജർ ഇൻ സൈസ്? അതായത് ഏത് കളറാണ് കൂടുതലായിട്ട് കാണുന്നത്? ബ്ലൂ കളറാണ്. വാട്ട് ഡസ് ദിസ് റെപ്രസെൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ബ്ലൂ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അതോടെ പറയുന്നുണ്ട് കേട്ടോ. ദ പാർട്ട് ഇല്ലുസ്ട്രേറ്റഡ് ഓൺ ദ ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഈസ് ദ സീ. എന്താണ്, നമ്മുടെ ബ്ലൂ കളറായിട്ട് ഗ്ലോബില് ചിത്രീകരിച്ചിരിക്കുന്നത് കടലാണ്. വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്? ബാക്കി കളേഴ്സ് ഉള്ള പാർട്സ് എന്താണ്? ദ ലാൻഡ് പാർട്സ് ആണ് കേട്ടോ. ദ ലാൻഡ് പാർട്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ഇൻ അതർ കളേഴ്സ്. പല നിറങ്ങളിലായി കരഭാഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഗ്ലോബിലെ ബ്ലൂ കളർ സീയും ബാക്കി കളേഴ്സിലുള്ളത് ലാൻഡ് പാർട്സുമാണ് അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.